ഹമാസിന്റെ വെടിനിർത്തൽ ലംഘനത്തിന് പിന്നാലെ ഗാസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ നിരവധി പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതേസമയം ഗാസയിലെ ബെയ്ത്ത് ലഹിയയ്ക്ക് സമീപം ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കാൻ തയ്യാറെടുത്തിരുന്ന ഹമാസ് ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലി സേനയുടെ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടായി. ഇതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ തന്നെ IDF പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലി സേനയുടെ കേന്ദ്രം ലക്ഷ്യമാക്കി നീങ്ങുന്ന ആയുധധാരികളായിട്ടുള്ള ഹമാസിന്റെ ഭീകരന്മാർ, ആ ഹമാസിന്റെ ഭീകരന്മാരെ പിന്തുടർന്ന് ഇസ്രായേലിന്റെ ഡ്രോൺ, ഒടുവിൽ ആ ഹമാസ് ഭീകരന്മാർ ഇസ്രായേലി സേനയെ ആക്രമിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ ഇസ്രായേലി ഡ്രോണിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായി. തുടർന്ന് വലിയ സ്ഫോടനമാണ് പ്രദേശത്തുണ്ടായത്. 26 ഹമാസ് ഭീകരന്മാരെയാണ് വിവിധ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലി സേന വധിച്ചത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇസ്രായേലി സേന IDF ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ്. എങ്ങനെയാണ് ഗാസയിൽ തങ്ങൾ ആക്രമണം നടത്തുന്നത്? ഗാസയിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ഒരാക്രമണവും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നില്ല. ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അത് ഹമാസിന്റെ ഭീകരന്മാരെ ലക്ഷ്യമിട്ട് മാത്രമാണ്. ഹമാസിന്റെ ഭീകരന്മാർ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടോ, ഹമാസിന്റെ ഭീകരന്മാരുടെ ഒളിയിടങ്ങൾ എവിടെയാണ്, അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലകളിലേക്ക് മാത്രമാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം നടക്കുന്നത്. ഇത് കൃത്യമായി ലോകത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം എത്രത്തോളം ക്രൂരന്മാരാണ് ഹമാസിന്റെ ഭീകരന്മാർ അത് കൃത്യമായി മനസ്സിലാക്കുകയും എന്തിനു വേണ്ടിയാണ് ഹമാസിന്റെ ഭീകരന്മാരെ വധിക്കുന്നത് എന്നുകൂടി ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് അതിൻ്റെ കൃത്യമായ ചിത്രീകരണം ഇസ്രായേലി സേന നടത്തുന്നത്. ഗാസയുടെ ആകാശത്ത് ഹമാസിനെ ഭയപ്പെടുന്നത് ഇസ്രായേലിന്റെ ഡ്രോണുകളും ഫൈറ്റർ ജെറ്റുകളുമാണ്. ഹമാസിന്റെ റഡാർ കണ്ണുകളിൽ നിന്ന് മറഞ്ഞുകൊണ്ട് ഗാസയുടെ ഉപരിതലത്തിൽ, ഗാസയുടെ ആകാശത്തുടനീളം ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ മൂളിപ്പറക്കുന്നുണ്ട്. ശബ്ദമില്ലാതെ, ആരുടെയും കണ്ണിൽപ്പെടാതെ, എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട്. ഈ ഡ്രോണുകളാണ് ഹമാസിൻ്റെ ഓരോ നീക്കങ്ങളെയും കൃത്യമായി തന്നെ ശേഖരിക്കുകയും ഒപ്പിയെടുക്കുകയും ചെയ്ത് അതാത് സമയം അത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ അറിയിക്കുന്നത്. IDFന്റെ മുന്നിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തുമ്പോൾ എവിടെയാണ് ഹമാസിന്റെ ഭീകരന്മാർ ഉള്ളത് എന്നുള്ളത് IDFന് കൃത്യമായി ബോധ്യപ്പെടുന്നു. ആ മേഖലയിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ വ്യോമാക്രമണം ഇത് മറികടക്കാൻ കഴിയാതെ ആ ഗാസയുടെ തെരുവോരങ്ങളിൽ ചത്തൊടുങ്ങുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ. കഴിഞ്ഞ ദിവസം മാത്രം 26 ഭീകരന്മാരുടെ തല ചിതറിച്ചു ഇസ്രായേലി സേനയുടെ ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനിടെ ഒരു ബോംബാക്രമണത്തിൽ 46 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പാലസ്തീൻ അതോറിറ്റി ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇസ്രായേലി സേന നടത്തിയ ബോംബാക്രമണത്തിലാണ് സിവിലിയൻസ് ആയിട്ടുള്ള 46 പേർ കൊല്ലപ്പെട്ടതെന്നാണ് പാലസ്തീൻ അതോറിറ്റി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിനോട് ഇസ്രായേലി സേന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ രൂക്ഷമായി നടക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. ഗാസയിൽ ഇപ്പോൾ ഹമാസിനേക്കാൾ ശക്തി പ്രാപിച്ചിരിക്കുന്നത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദാണ്. ഹമാസിന്റെ ഭീകരന്മാരിൽ ഒട്ടനവധി പേർ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിലേക്ക് കൂടുമാറിയിരിക്കുന്നു. ഗാസയിൽ ഹമാസിന്റെ പക്കൽ പണമില്ല, ആയുധങ്ങളില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഗാസയിലെ ഹമാസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹമാസിൽ നിന്ന് കൂടുമാറിക്കൊണ്ട് ഭീകരന്മാർ മറ്റൊരു ഭീകര സംഘടനയായ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാസയിൽ ഹമാസ് വേട്ടയ്ക്കൊപ്പം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഭീകരന്മാരുടെ വേട്ട കൂടി തുടരുകയാണ് ഇസ്രായേലി സേന. അതിനിടെ വിട്ടുകൊടുക്കാനുള്ള ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല ഹമാസ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. നിലവിൽ 21 ബന്ദികളുടെ മൃതശരീരങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകാനുള്ളത്. ഇത് വിട്ടു നൽകാനുള്ള സമയപരിധി അവസാനിക്കുകയും ഹമാസിൻ്റെ നിരായുധീകരണത്തിന് ഇസ്രായേലും അമേരിക്കയും നൽകിയ സമയപരിധി അവസാനിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷവും പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തന്നെ ഹമാസ് വെല്ലുവിളിക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കില്ല എന്നും യുദ്ധം അവസാനിപ്പിക്കില്ല എന്നുമാണ് ഹമാസിന്റെ നേതൃത്വം വ്യക്തമാക്കിയത്. ഇതുകൂടാതെ ഏത് സമയത്തും ഇസ്രായേലുമായി യുദ്ധത്തിന് തയ്യാറാണെന്നും ബന്ദികളുടെ മൃതശരീരങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ലെന്നും എവിടെയാണെന്ന് അറിയില്ലെന്നുമാണ് ഹമാസിന്റെ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതോടുകൂടിയാണ് യുദ്ധം വീണ്ടും പുനരാരംഭിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത്. ഒരു പരിധി കഴിഞ്ഞ് സമയപരിധി
വെച്ചപ്പോൾ ഹമാസിന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാക്കുന്നു. ഗാസയ്ക്കുള്ളിൽ ഒരു യെല്ലോ ലൈൻ, അത് ഇസ്രായേലും ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി രൂപീകരിച്ചതാണ്. അമേരിക്കയുടെയും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും അടക്കം മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയതാണ്. ആ യെല്ലോ ലൈനിൻ്റെ ഇപ്പുറത്താണ് ഇസ്രായേലി സേന നിൽക്കുന്നത്, അപ്പുറം കടക്കുന്നില്ല. എന്നാൽ യെല്ലോ ലൈനിൻ്റെ ഇപ്പുറത്തുള്ള ഇസ്രായേലി സേനയെ പോലും ആക്രമിക്കാനാണ് ഹമാസിൻ്റെ നീക്കം. അത് മനസ്സിലാക്കിയാണ് ഹമാസിനെ അങ്ങോട്ട് ആക്രമിച്ച് തകർക്കാനുള്ള തീരുമാനം ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബന്ദികളുടെ മൃതശരീരങ്ങൾ ഉടനടി വിട്ടു നൽകിയില്ലെങ്കിൽ, ഹമാസ് നിരായുധീകരണം സാധ്യമാക്കിയില്ലെങ്കിൽ, ആയുധങ്ങൾ താഴെ വെച്ച് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയില്ലെങ്കിൽ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തീരുമാനം. ഹമാസിൻ്റെ ഭീകരന്മാർ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടോ, ഹമാസിൻ്റെ ഭീകരന്മാരുടെ ഒളിയിടങ്ങൾ എവിടെയാണ്, അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലകളിലേക്ക് മാത്രമാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം നടക്കുന്നത്. ഇത് കൃത്യമായി ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. എത്രത്തോളം ക്രൂരന്മാരാണ് ഹമാസിൻ്റെ ഭീകരന്മാർ, അത് കൃത്യമായി മനസ്സിലാക്കുകയും എന്തിനു വേണ്ടിയാണ് ഹമാസിൻ്റെ ഭീകരന്മാരെ വധിക്കുന്നത് എന്നുകൂടി ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് അതിൻ്റെ കൃത്യമായ ചിത്രീകരണം ഇസ്രായേലി സേന നടത്തുന്നത്. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതിരൂക്ഷമായിട്ടുള്ള മുന്നറിയിപ്പ് ഹമാസിന് ലഭിച്ചിരിക്കുന്നു. എത്രയും വേഗം വെടിനിർത്തൽ കരാറിൽ ചർച്ച ചെയ്തതുപോലെ, വെടിനിർത്തൽ കരാറിൽ പറഞ്ഞതുപോലെയുള്ള ഒത്തുതീർപ്പ് തീരുമാനങ്ങൾക്ക് വിധേയമാക്കുക, അല്ലെങ്കിൽ ഹമാസിനെതിരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വമ്പൻ മുന്നറിയിപ്പ്. ബന്ദികളെ വിട്ടയക്കാം. 20 ബന്ദികളാണ് ജീവനോടെ ഹമാസിൻ്റെ പക്കലുണ്ടായിരുന്നത്. ആ ബന്ദികളെ വിട്ടയക്കാം. ആ വാക്ക് ഹമാസ് പാലിച്ചു. പിന്നീട് 28 ബന്ദികളുടെ മൃതശരീരങ്ങൾ ഹമാസിൻ്റെ പക്കലുണ്ട്. ആ 28 മൃതശരീരങ്ങളും ഒറ്റത്തവണയായി തന്നെ കൈമാറാമെന്ന് ഹമാസ് സമ്മതിച്ചിരുന്നു. എന്നാൽ ഇതുവരെ 7 മൃതശരീരങ്ങൾ മാത്രമാണ് ഹമാസ് കൈമാറിയത്. 21 ഇനിയും കൈമാറാനുണ്ട്. ഇത് കൂടാതെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങാം, നിരായുധീകരണം നടപ്പാക്കാം. ഇതായിരുന്നു ഹമാസ് ഇസ്രായേലിന് നൽകിയ വലിയ വാഗ്ദാനം. എന്നാൽ ഈ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ സാഹചര്യത്തിലാണ് ഹമാസിനെതിരെ വലിയ വെല്ലുവിളിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. എത്രയും വേഗം ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകുക, നിരായുധീകരണം നടപ്പാക്കുക, ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുക. അല്ലാത്ത പക്ഷം ഹമാസിനെതിരെ അമേരിക്കയുടെ തന്നെ നേരിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വമ്പൻ മുന്നറിയിപ്പ്.